ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ പോകുന്നില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് കുട്ടികളെയും കെട്ടിയവനൊക്കെ പറഞ്ഞു വെച്ചിട്ട് അതിന് ശേഷമാണ് കേട്ടോ. എന്താ വീടൊക്കെ മൊത്തത്തിലാകെ പരന്ന് കുളമായി കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സിറ്റൗട്ടിലേക്ക് അങ്ങോട്ട് പോവാം അല്ലേ? ഞാൻ എന്നും പറയുന്നത് പോലെ സിറ്റൗട്ടൊക്കെ ഞാൻ മോളെ പറഞ്ഞേക്കുന്നതിന് മുമ്പ് തന്നെ അടിച്ചൊക്കെ വാരി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്തുള്ള പണികൾ ആദ്യം അങ്ങോട്ട് തീർക്കുകയാണെങ്കിൽ പിന്നെ ഫ്രണ്ടിലത്തെ ഡോർ അങ്ങോട്ട് അടച്ചിട്ടാൽ പിന്നെ ഫ്രണ്ടിലേക്ക് ഇറങ്ങണ്ടല്ലോ. അങ്ങനെയായിട്ട് ഞാൻ അധികവും ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ സിറ്റൗട്ടിലേക്ക് ഇറങ്ങുന്നതിൻ്റെ അവിടെ ഇങ്ങനെ നെറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അത് തുറക്കാൻ പറ്റിയിട്ട് മോൾ എൻ്റെ ഒപ്പം വരും കേട്ടോ തുടക്കാനൊക്കെ. അവിടെ കിടന്നിട്ട് കച്ചറ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഞാൻ വന്നിട്ട് അതൊക്കെ തുറന്നു കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സിറ്റൗട്ടൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവൾ ഓടി മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒപ്പം തുടക്കാൻ വേണ്ടിയിട്ട് അവൾക്കും ഒരു തുണിയും അതുപോലെ വെള്ളമൊക്കെ വേണം. ഈ മക്കളുള്ളിടത്തൊക്കെ ഇത് തന്നെ ആയിരിക്കില്ല അവസ്ഥ. നമ്മളെന്ത് പണി ചെയ്യുന്നു അതൊക്കെ അവർക്കും ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ ഞാൻ സീറ്റോട് തുടക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് അവളിങ്ങനെ റോട്ടിലേക്ക് ഇങ്ങനെ പോട്ടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അവളിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. പെട്ടെന്നാണ് വണ്ടികളൊക്കെ വരിക. അപ്പോൾ പിന്നെ വേഗം അവളെ പോയി പിടിക്കാനൊക്കെ നോക്കുകയാണ്. അങ്ങനെ പിന്നെയും വന്നിട്ട് സിറ്റൗട്ടൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു പരിപാടി ആദ്യം തന്നെ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാറില്ല. ഇനിയിപ്പോൾ അതൊന്നും ഡീറ്റെയിൽഡായിട്ടൊന്നും പറയണ്ടല്ലോ അല്ലേ? നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒക്കെ നമ്മൾ സിറ്റൗട്ട് നീറ്റാക്കി ഇട്ടാൽ പിന്നെ അവരെ ഫസ്റ്റ് തന്നെ അകത്തേക്ക് അങ്ങോട്ട് കയറ്റണ്ടല്ലോ. അവിടെ അങ്ങോട്ട് ഇരുത്തി കഴിഞ്ഞാൽ നമ്മൾ അകമൊക്കെ എന്തായാലും മെസ്സായിട്ടുണ്ടാവും. ഈ മക്കളുള്ള വീട്ടിലൊക്കെ അടിക്കലും തുടക്കലും വാരലൊക്കെ അവർ പോയി കഴിഞ്ഞതിന് ശേഷമല്ലേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്താൽ എന്തായാലും വൃത്തിയാവലുണ്ടാവില്ല. പിന്നെ ഇപ്പോൾ അത് അകത്തേക്ക് വന്നിട്ടുണ്ട്. രാത്രി ഒരു മോള് സ്കൂളിൽ പോയി കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്ക് എന്തൊരു നീറ്റാക്കിയിരുന്ന വീടാണെന്ന് അറിയാം. പിന്നെ അവൾ സ്കൂൾ വിട്ട് വരുന്നത് വരെ അത്യാവശ്യം ഒന്നും പരക്കാനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ രണ്ടാളും കൂടിയാൽ പിന്നെ എവിടുന്നാണ് ഇത്രയും സാധനങ്ങളൊക്കെ വരുന്നതെന്ന് തന്നെ പറയാനറിയില്ല കേട്ടോ. മൊത്തത്തിൽ നേരം വെളുക്കുമ്പോഴത്തേക്ക് ഏകദേശം എവിടെയൊക്കെ എന്തൊക്കെ അടുക്കി വെച്ചിരിക്കുന്നു അതൊക്കെ വലിച്ചിട്ടിട്ടുണ്ടാവും. എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ ഇങ്ങനെ മെസ്സാവാത്ത വീടുകളും ഉണ്ടാവും കേട്ടോ. അപ്പം എടുത്ത് വെക്കുന്നവർ ഞാൻ പിന്നെ വിചാരിക്കും ഈ ഒരു പ്രായത്തിലല്ലേ കളിച്ചോട്ടെ, നമുക്ക് നേരാക്കിയാൽ നേരാവാത്ത ഒന്നുമില്ലല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഇടും. നമ്മളൊക്കെ വളർന്നു വന്ന സാഹചര്യത്തിലല്ലല്ലോ ഇപ്പോഴത്തെ മക്കളൊക്കെ വളരുന്നത്. നമ്മളെന്ന് വെച്ചാൽ രാവിലെ എണീറ്റാൽ പാരൻസൊക്കെ പണിക്ക് പോകുന്നവരായിരിക്കും. അപ്പോൾ അവർ അതിൻ്റേതായ രീതിയിൽ പണികളൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടായിരിക്കും അവരുടെ അന്നത്തെ ജീവിതം എന്ന് വെച്ചാൽ ഒരു ഷെഡ്യൂൾഡ് ആയ രീതിക്കായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ. മക്കളായാലും നമ്മളായാലൊക്കെ എല്ലാ കാര്യത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ദിവസം കൂടുന്തോറും എല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലത്തിനൊപ്പം ഓടണം എന്ന് പറയുന്ന പോലെ നമ്മളും അതിനനുസരിച്ച് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി ഇടാൻ വേണ്ടി വന്നിട്ടുണ്ട്. മോള് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. രാവിലെ ഞാൻ ഇതിനൊന്നും നിൽക്കാറില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥേനെയൊക്കെ കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് നിങ്ങളോട് സംസാരിക്കണം എന്ന് തോന്നി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സങ്കടം വരും. അതുപോലെ ദയനീയാവസ്ഥയാണ് കേട്ടോ അവരോടൊക്കെ തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ റെലവൻ്റായിട്ട് നമ്മൾ കൂടുതലായിട്ട് സ്ത്രീകളുടെ സൂയിസൈഡാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡോക്ടർ ഷഹാന അതുപോലെ ഷബ്ന എന്ന് പറയുന്ന ഒരു കുട്ടീൻ്റെ ഉമ്മ അവരൊക്കെ ഇപ്പോൾ സൂയിസൈഡ് ചെയ്തല്ലോ. ഇതിൻ്റെയൊക്കെ പുറമേൽ എന്താണ് കാരണം എന്ന് വെച്ചാൽ രണ്ടും നമ്മുടെ സ്ത്രീധനത്തിൻ്റെ പ്രശ്നത്തിലാണ് കേട്ടോ. ഇവർ രണ്ടുപേരും അല്ല, ഈ ഒരു വർഷത്തിനിടയിൽ ഒരുപാട് പേര് ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ പണ്ടുള്ള ആളുകളൊക്കെ പറയും പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് മൂലമാണെന്ന്. എന്നാൽ നമുക്കിപ്പോൾ മരിച്ച ആളുകളുടെ നോക്കുകയാണെങ്കിൽ ഡോക്ടർ ഷഹാന ആയാലും ഷബ്ന ആയാലും ഒക്കെ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന അതേ ഒരു ഇമ്പോർട്ടൻ്റ് തന്നെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾക്കും കൊടുക്കണം കേട്ടോ. ഇന്നത്തെ കാലത്ത് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ചെറിയ കുട്ടികൾ വരെ കണ്ടുവരുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് സമൂഹത്തിനെയും ഒരാളെയും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കല്യാണം കഴിച്ചു വന്ന വീട്ടിലെ ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്തിനാണ് അവരെ ഭയക്കേണ്ട ഒരാവശ്യമില്ല. നമ്മളെങ്ങനെയാണ് അവരോട് നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അവരോട് എങ്ങനെയാണ് നിൽക്കുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ നിൽക്കുക. നമ്മൾ ഒരാളെയും ഭയന്നുകൊണ്ടോ ഒന്നും ജീവിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഒരാളെ ഭയന്നുകൊണ്ട് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ പറയാതെ നിന്നാൽ അതെന്നും നമുക്കൊരു നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുകയുള്ളൂ. നമുക്ക് എവിടെ ശരിയെന്ന് തോന്നുന്നോ അത് നമ്മളവിടെ തുറന്ന് പറയണം. തുറന്ന് പറയുന്നവരെന്നും ആർക്കും വേണ്ടാത്ത അല്ലെങ്കിൽ ഒരു താഴ്ന്ന രീതിയിലായിരിക്കും നമ്മുടെ സമൂഹം കാണുന്നത്. പക്ഷേ അയാൾക്കും ഒരു ദിവസം എന്തായാലും ഉയർച്ച ഉണ്ടാവും.
അപ്പം നമ്മൾ പാരൻസ് എന്തായാലും നമ്മുടെ മക്കളെ ശരിയെന്ന് തോന്നുന്നത് അവിടെ ശരിയാണെന്ന് പറയാനുള്ള കഴിവ് നമ്മുടെ മക്കളിൽ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ കാലത്ത് പിന്നെ പാരൻസും കുട്ടികളും തമ്മിലുള്ള ചിറ്റ്ചാറ്റ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഒന്നാമത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കുറച്ചൊരു സമയം അവർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ ഒരു ദിവസത്തിലൊരു അരമണിക്കൂറെങ്കിലും അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുക കേട്ടോ. പരസ്പരമുള്ള തുറന്നു പറയൽ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവസാനിക്കും കേട്ടോ. അപ്പം നമ്മളെ പ്രശ്നങ്ങളൊന്നും പറയാണ്ട് മനസ്സിൽ വെച്ച് കൂടുകയാണെങ്കിൽ അത് ഒരുപാട് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പം നമുക്ക് ഏറ്റവും ഫേവറേറ്റ് അവരോട് പറയാം. അതായത് നമുക്ക് ഏറ്റവും ഇപ്പോൾ ഒരു ഭാര്യയാണെങ്കിൽ അവരുടെ ഭർത്താവിനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുക, അവർ തിരിച്ചും തുറന്ന് പറയുക. അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കുറയും കേട്ടോ. പിന്നെ നമ്മൾ പാരൻസ് മെയിനായിട്ടൊരു കാര്യം ചിന്തിക്കുക, സ്ത്രീധനം ചോദിച്ച് വരുന്നവർക്ക് നമ്മളെ മക്കളെ കെട്ടിച്ച് കൊടുക്കില്ല എന്നുള്ള ആ ഒരു ചിന്ത ഞാനൊരാൾ മാത്രം എടുത്താൽ പോരാ, എല്ലാവരും ആ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടായില്ല കേട്ടോ. പക്ഷെ അതിന് നമ്മുടെ ഒരു ജീവിത സാഹചര്യം അനുവദിക്കുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. മറ്റുള്ള ആളുകൾ എന്ത് പറയുമെന്ന് ചിന്തിച്ചിരിക്കാതെ നമുക്ക് എവിടെയാണോ ശരിയെന്ന് തോന്നുന്നത് അത് നമ്മൾ ചെയ്യുക. എന്ത് കാര്യമാണ് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ആ ഒരു ശരിയായ പാത്തിലൂടെ നമ്മൾ നടക്കുക കേട്ടോ. ഈ ഒരു വിവാഹം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം എന്നൊന്നും പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു അവസാന വാക്കല്ല. ഏതൊരവസ്ഥയിലും നമുക്ക് സ്വന്തമായിട്ട് ജോലി എടുത്തിട്ടും അതുപോലെ ഒറ്റയ്ക്ക് എന്തായാലും ജീവിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സ് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീക്കാവുക തന്നെ ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു സ്ട്രോങ് ഡിസിഷൻ ഉണ്ടെങ്കിൽ നമ്മളെ ലൈഫ് അടിപൊളിയായിട്ട് തന്നെ പോകും. ചിലപ്പോഴൊക്കെ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളൊക്കെ മാറിയും മറിഞ്ഞൊക്കെ വരും. അപ്പം നമുക്ക് ജീവിക്കാനായിട്ട് നമ്മുടെ ചുറ്റും ഒരുപാട് പേര് വേണമെന്നൊന്നുമില്ല. നമ്മുടെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾ മാത്രം മതി. അല്ലാതെ നമ്മൾ നെഗറ്റീവ് പറയുന്നവരുടെ ഇതിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളും നെഗറ്റീവായി പോകട്ടോ. അപ്പം നമ്മൾ ആരൊക്കെ സ്നേഹിക്കുന്നുണ്ടോ നമ്മുടെ പോസിറ്റീവ് മാത്രം നോക്കിയിട്ട് നമ്മൾ മുമ്പോട്ട് പോവുക. ഒരുപാട് ആളുകൾ സൂയിസൈഡിലേക്കൊക്കെ പോകുന്നത് നമ്മുടെ ഒപ്പം ആരുമില്ല അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ള ആ ഒരു ചിന്ത വരുമ്പോഴാണ്. അപ്പോൾ ഒരിക്കലും ആ ഒരു ചിന്ത വേണ്ട. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അംഗീകരിക്കാൻ എന്തായാലും ഒരാളുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക, എന്നാലേ നമുക്ക് അവിടെ ഒരു സക്സസ് ഉണ്ടാവുള്ളൂ. അല്ലാതെ മനസ്സ് അപ്പം തന്നെ ഡൗൺ ആക്കി വെറും ഒരു സൂയിസൈഡ് എന്നുള്ളതിലേക്കൊന്നും പോവാതെ എല്ലാവരും നല്ല രീതിക്ക് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മളപ്പത്തെ ആ ഒരു വിഷമത്തിന് സൂയിസൈഡ് ചെയ്താൽ പിന്നെ ആ ഒരു വലിയ നഷ്ടം സംഭവിക്കുന്ന വേറെ ആർക്കുമല്ല, നമുക്ക് മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് കുറച്ച് പേര് നമുക്ക് വേണ്ടി കരയാനോ അല്ലെങ്കിൽ സങ്കടപ്പെടാനോ ഉണ്ടാവും. പിന്നെ അവരവരുടെ ജീവിതമായിട്ട് സെറ്റായി പോകും. പിന്നെ ഒരു നിമിഷം നമ്മൾ ഓർക്കാൻ പോലും അവർക്ക് ടൈം ഉണ്ടാവില്ല. ബിസി ലൈഫല്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് നമ്മൾ മരിച്ചാൽ നമുക്കാണ് അതിൻ്റെ പ്രശ്നം. അല്ലാതെ നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളെ വിലപ്പെട്ട ജീവൻ കളയാതിരിക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സംസാരത്തിനിടയിൽ എൻ്റെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ രാവിലെ തന്നെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകണം. അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചോറും കൂന്തൾ റോസ്റ്റും അതുപോലെ പരിപ്പ് താളിച്ചതായിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനമുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങൾ തന്നെ ഉള്ളൂ, അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കട്ടെ. അപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം കേട്ടോ. പിന്നെ ഇപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചതിന് ശേഷം വീഡിയോ കാണുക കേട്ടോ. അങ്ങനെ വേഗം പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഗ്യാസും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ അടിച്ചു വരുമ്പോൾ പെട്ടെന്ന് ഫാനൊന്ന് അങ്ങോട്ട് നീക്കി വെച്ചതാണ് കേട്ടോ. അതിൽ എൻ്റെ കയ്യിലേക്ക് ഫാന് പോന്നു. ഇനിയിപ്പോൾ അതിൻ്റെ സ്ക്രൂ ഇളകിയതാണോ അത് പൊട്ടി വന്നതാണോ എന്നൊന്നും അറിയില്ല. പിന്നെ ഈവനിങ്ങിൽ ഇനിയിപ്പോൾ കുഞ്ഞാക്ക വന്നിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ആകെ പെട്ടെന്ന് അങ്ങോട്ട് ഷോക്കായി പോയിട്ടോ. അത് വീഡിയോയിൽ കാണുന്നുണ്ട്. പിന്നെ അവിടുന്ന് നമ്മൾ സംസാരിക്കായതുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്ന് മാത്രം. പിന്നെ സ്ലാവൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ഇനി വേസ്റ്റ് കൊട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്ക് ഈ ഒരു വേസ്റ്റ് പിന്നെ ഞാനെപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. പിന്നെ ആ ചേട്ടൻ എന്നും വന്ന് വേസ്റ്റ് എടുക്കുന്നത് നമുക്ക് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഇപ്പോൾ പാത്രം കഴുകലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം വന്നിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും ഞാൻ ഈ സെറ്റിയും കാര്യങ്ങളൊന്നും എന്നൊന്നും നീക്കിയിട്ടിട്ട് തുടക്കാറില്ല. ആഴ്ചയിൽ ഒരു 2-3 വട്ടം അങ്ങനെയൊക്കെ തുടക്കാറുള്ളൂ കേട്ടോ. അടിച്ചു വരല എന്നും അടിച്ചു വരണം. കാരണം മക്കൾ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ബേക്കിലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടാവും. അപ്പോൾ തുടക്കൽ 1-2 അത് നീക്കിയിട്ടിട്ട് തുടക്കാൻ ഭയങ്കര വെയിറ്റ് ആയത് കാരണം ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. അപ്പോൾ എന്നൊന്നും അങ്ങനെ തുടക്കാറൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഞാൻ തുടക്കുന്നതിലിടക്ക് ഇസൂനെ ഞാൻ പുറത്തിറക്കിയിട്ടുണ്ട്. കാരണം ഇല്ലെങ്കിൽ
ഇല്ലെങ്കിൽ വന്നിട്ട് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി ചളിയാക്കും കേട്ടോ. പിന്നെ വഴിക്ക് വീണാലും റിസ്ക് അല്ലേ. ആ സമയത്ത് ഞാൻ അധികം ഇങ്ങനെ പുറത്ത് എന്തെങ്കിലും വിരിച്ചു കൊടുത്തിട്ട് കളിച്ചാനൊക്കെ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ അവളവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ തുടക്കലും കഴിഞ്ഞു. ഇനിയിപ്പോൾ അലക്കിയതൊക്കെ ഒന്ന് വിരിച്ചിടണം. നമ്മൾ രാവിലെ തന്നെ അലക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ രാവിലെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള പണികൾ കഴിയുമ്പോഴത്തേക്ക് അലക്കൽ പരിപാടിയും കഴിയും. ഇതിപ്പോൾ ഇന്നലെ അലക്കിയ ഡ്രസ്സുകളാണ്. ഷെഡിൽ തന്നെ ഇടുന്നത് കാരണം ഇന്നിട്ടത് പിന്നെ നാളെ അങ്ങനെയാണ് കേട്ടോ ഞാൻ എടുക്കാറുള്ളത്. അപ്പോഴേക്കും നല്ല സൂപ്പറായിട്ട് തന്നെ ഉണങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. പിന്നെ അതൊക്കെ ഒന്ന് അകത്ത് കൊണ്ടുപോയിട്ടിട്ടതാ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ആറിയിടുകയാണ് ഇന്നത്തെ ഡ്രസ്സുകൾ. അപ്പം ഞാൻ ഈ വിരിച്ചിടുന്നതിലെടുക്കതാ നമ്മളിങ്ങനെ പ്ലാസ്റ്റിക്കാണ് കേട്ടോ അത് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതെന്താണ് നമ്മുടെ മീനൊക്കെ കൊണ്ടുവരുന്ന കവർ അങ്ങനെ കഴുകിയിട്ട് ഉണങ്ങാനിട്ടതാണ് കേട്ടോ. എന്നാലേ നമ്മുടെ ഹരിതകർമ്മസേനയുടെ ആളുകൾ ഉണങ്ങിയാലേ കൊണ്ടുപോകുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലെ കഴുകിയിട്ടതായിരുന്നു അതൊക്കെ. അങ്ങനെ അല്ലാത്ത ഡ്രസ്സുകളൊക്കെ വിരിച്ചിടുന്നതിലിടക്ക് നമ്മുടെ ഈ ഒരു വീട്ടിൽ വന്നിട്ട് കുട്ടികൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വിൽക്കൂലേ, അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു. അവരോട് കയ്യിൽ പൈസ ഇല്ല എടുക്കണ്ടെന്ന് പറഞ്ഞാലും പിന്നെ അവർ ഒന്ന് ജസ്റ്റ് നോക്കുന്നതിന് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ അടുത്ത വീട്ടിൽ വന്നിട്ട് അവരിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പണി എടുക്കുന്നതിലിടക്ക് നമ്മുടെ അയൽവാസികളോ ആരെങ്കിലുമൊക്കെ സംസാരിക്കാൻ വന്നാൽ പിന്നെ ആ പണി അവിടെ നിന്നു പോകും. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. പിന്നെ അതൊക്കെയല്ലേ നമ്മുടെ റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ബാക്കിയുള്ള തുണികളൊക്കെ ഒന്ന് മൊത്തത്തിൽ വിരിച്ചിടുകയാണ്. ഇനിയിപ്പോൾ കുളിക്കണം, ഫുഡ് കഴിക്കണം, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഉച്ച വരെയുള്ള വീഡിയോസേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. മൊത്തത്തിൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. എന്നാൽ ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.